അമേരിക്കയിൽ അടുത്തിടെ അഞ്ചാം പനി പൊട്ടിപ്പുറപ്പെടുന്നത് പകർച്ചവ്യാധിയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ച് ആശങ്കയുയർത്തിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 3 വരെ 21 സംസ്ഥാനങ്ങളിലും ന്യൂയോർക്ക് നഗരത്തിലുമായി ആകെ 607 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളിലാണ് രോഗം പിടിപെട്ടത്. ഈ പകർച്ചവ്യാധി പ്രധാനമായും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിച്ചതും. ഈ പ്രായത്തിലുള്ള 196 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 5 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവരിൽ 240 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 20 വയസ്സിന് മുകളിലുള്ളവരിൽ 159 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രായം ലഭ്യമല്ലാത്ത 12 കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു. മൈക്സോ വൈറസ് കുടുംബത്തിലെ അംഗമായ മോർബില്ലി വൈറസ് മൂലമുണ്ടാകുന്ന വൈറൽ രോഗമാണ് അഞ്ചാം പനി. പനി, ചുമ, മൂക്കൊലിപ്പ്, കണ്ണുകൾക്ക് ചുവപ്പ് എന്നിവയാണ് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ. തുടർന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചുണങ്ങ് ചെവിക്ക് പിന്നിൽ നിന്ന് ആരംഭിച്ച് മുഖത്തേക്ക് പടരുന്നു. ചില സന്ദർഭങ്ങളിൽ ന്യൂമോണിയ, എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗാവസ്ഥ മരണത്തിന് പോലും കാരണമാകും. അഞ്ചാം പനി തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന MMR വാക്സിൻ. MMR വാക്സിനിലെ 2 ഡോസുകൾ അഞ്ചാം പനി തടയുന്നതിൽ 97% ഫലപ്രദമാണ്. അതേസമയം ഒരു ഡോസ് 93% ഫലപ്രദമാണ്. എന്നിരുന്നാലും ചില പ്രദേശങ്ങളിൽ വാക്സിനേഷൻ നിരക്കുകൾ കുറയുന്നത് രോഗം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് കാരണമായി. 21 സംസ്ഥാനങ്ങളിലായി 22 അഞ്ചാം പനി ഹോട്ട്സ്പോട്ടുകൾ ആരോഗ്യ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിൽ 74 പേർ രോഗം മൂലം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടെക്സാസിൽ 2 കുട്ടികളാണ് രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടതും. ന്യൂ മെക്സിക്കോയിലെ മുതിർന്നയാളുടെ മരണം അഞ്ചാം പനി മൂലമാണെന്ന് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നു. അഞ്ചാം പനി പൊട്ടിപ്പുറപ്പെടുന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമായിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. അവയിൽ പ്രധാനമായും വാക്സിനേഷൻ നിരക്കുകൾ കുറയുന്നു എന്നതാണ്. US-ലെ കിൻഡർഗാർട്ടനിലെ കുട്ടികൾക്കിടയിലെ വാക്സിനേഷൻ നിരക്ക് 2019-2020 അധ്യയന വർഷത്തിൽ 95.2% ആയിരുന്നതിൽ നിന്നും 2023-2024 ആയപ്പോഴേക്കും 92.7% കുറഞ്ഞു. അമേരിക്കയിൽ വരാനിരിക്കുന്ന യാത്രാ സീസണും ഒത്തുചേരലുകളും രോഗം കൂടുതൽ വ്യാപിപ്പിച്ചേക്കാം. US-ലെ അഞ്ചാം പനി പൊട്ടിപ്പുറപ്പെടുന്നത് വാക്സിനേഷന്റെയും പൊതു അവബോധത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കൂടുതൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് ഉയർന്ന വാക്സിനേഷൻ നിരക്കുകൾ നിലനിർത്തുകയും വാക്സിനേഷൻ നിരക്കുകൾ കുറയുന്നതിന് കാരണമാകുന്ന ഘടകങ്ങൾ പരിഹരിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും അഞ്ചാം പനി പടരുന്നത് തടയാനും കഴിയും. രോഗബാധിതനായ ഒരാളുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീർ തുള്ളികളിലൂടെയോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന തുള്ളികളിലൂടെയോ രോഗം പടരാം. രോഗബാധിതനായ ഒരാളുടെ സ്രവങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരിൽ 90% പേർക്കും അഞ്ചാം പനി പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാക്സിൻ ഉപയോഗിച്ച് അഞ്ചാം പനി തടയാൻ കഴിയുന്ന രോഗമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനായി MMR വാക്സിനാണ് ഉപയോഗിച്ചു വരുന്നത്. MMR 3 രോഗങ്ങൾക്കെതിരായ വാക്സിനാണ്. അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നിവയാണ്